RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് പുലർച്ചെ നടന്ന ലാറ്റിൻ അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിലെ അവസാന മത്സരം അർജന്റീന ഇക്വഡോർ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അർജന്റീന നെട്ടുന്ന ഒരു പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ആരും പ്രതീക്ഷയില്ല, മെസ്സി ഇല്ലാതെ ഇറങ്ങിയ അർജന്റീന ഇതിനു മുമ്പ് ബ്രസീലിനെതിരെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചതായിരുന്നു. പക്ഷെ ഇന്നലെ അർജന്റീനയ്ക്ക് എന്ത് പറ്റി? മെസ്സിയുടെ അഭാവത്തിൽ ഒറ്റമണ്ടിയാണ് ക്യാപ്റ്റൻ ബാൻഡ് അണിഞ്ഞ അർജന്റീന നയിച്ചത്. ചങ്ങായി ഒരു 30 മിനിറ്റ് വരെ കളിക്കാൻ പറ്റുള്ളൂ. 30 മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയിട്ട് ഇക്വഡോർ താരത്തിന്റെ വലൻസിയ ചങ്ങായിയെ ഫൗൾ ചെയ്തതിനാണ് ഓട്ടോമാറ്റിക്ക് റെഡ് കാർഡ് കിട്ടിയത്. റെഡ് കാർഡ് കിട്ടി 30 മിനിറ്റിന് ശേഷം അതുവരെയും 23 മിനിറ്റ് എടുത്തു ഫസ്റ്റത്തെ ഒരു കോർണർ കിക്ക് അർജന്റീന വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും മോശം പെർഫോമൻസ് അർജന്റീന ഭാഗത്തുണ്ടാവില്ല. 0 ഓൺ ടാർജറ്റ് ആണ് അർജന്റീന അടിച്ചിട്ടുള്ളത്. ഒരു ഗോൾ പോലും ടാർജറ്റിലേക്ക് അടിച്ചിട്ടില്ല. അപ്പൊ ആലോചിക്കുള്ള അർജന്റീനയുടെ കളി എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ കുറെ കാലം മുമ്പുള്ള ഒരു അർജന്റീനയാണ് കണ്ടത്. ബോൾ ഉരുട്ടി കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നല്ലാണ്ട് അവരുടെ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോലും ചങ്ങായിമാർക്ക് പറ്റാതെ. എനിക്ക് തോന്നുന്നു ഇതൊരു സ്റ്റാർട്ടിംഗ് ലെവലിലും പറ്റിയ വാളിച്ചും അതേപോലെ റെഡ് കാർഡ് കിട്ടി. പക്ഷെ സെക്കൻഡ് ഹാഫിൽ 50-ാം മിനിറ്റിൽ ഇക്വഡോറിന് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ട് 10-10 രണ്ടുപേരും 10 പേരായിട്ട് കളിക്കാൻ തുടങ്ങണം. അപ്പോൾ അപ്പോഴേക്കും തിരിച്ചു വരും. അപ്പോഴും ഈ ബോൾ പൊസിഷൻ കൺട്രോൾ ചെയ്യാല്ലാതെ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നിനും അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല. ഒട്ടമന്റിയുടെ അഭാവത്തിൽ പുതിയ റൊമാരോയ്ക്ക് സസ്പെൻഷൻ ആയതുകൊണ്ട് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ബലാർഡ് ഈ ചങ്ങായിരുന്നു ഡിഫൻസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് ഡിഫൻസ് ഇനി അടുത്ത വേൾഡ് കപ്പ് വരുമ്പോൾ ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. എന്താണ് ഓട്ടോമാറ്റിക് 38 വയസ്സായി പോകണം അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ. അതേപോലെ തന്നെ റൊമാരോ ഒറ്റയ്ക്കാണ്. ഈ ചങ്ങായിമാർക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ലിസാൻഡ്രോ മാർട്ടിനസ്, അതേപോലെ ബലാർഡി, അങ്ങനെ കുറച്ച് പേരാണ്. അപ്പോൾ എന്താണ് ഇനി ഡിഫൻസിലേക്ക് പുതിയ താരങ്ങളെ കൊണ്ടുവരേണ്ടത്? തീർച്ചയായിട്ടും റൊമാരോയ്ക്കോ അങ്ങനെ ആർക്കെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് പിന്നെ ഡിഫൻസിലേക്ക് പുതിയ താരങ്ങൾ നോക്കണം. അപ്പോൾ ഇപ്പൊ തന്നെ കോച്ച് അതിനുള്ള ഇതും കൂടി ചെയ്യേണ്ടി. ഇന്നലത്തെ കളിയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് 11 തന്നെ പഴിച്ചു എന്ന് പറയാം. സ്റ്റാർട്ടിംഗ് 11 മെസ്സി ഇല്ലാത്ത അഭാവത്തിൽ മെസ്സിക്ക് പകരമായിട്ട് അൽമാഡ ഇറങ്ങുന്നതായിരുന്നു കേട്ടോ. അൽമാഡയ്ക്ക് ചെറിയ ഇഞ്ചുറി ഇത് അപ്ഡേറ്റ് വന്നതോടുകൂടിയിട്ട് അൽമാഡയെ പിൻവലിച്ചു. പക്ഷെ അപ്പോഴും സിമിയോണിയും ഗോൺസാലസും അതേപോലെ സ്ട്രൈക്കറായിട്ട് മാർട്ടിനസാണ് വന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൽ നമ്മുടെ മാക്കാലിസ്റ്റർ ഉണ്ടായിരുന്നു, ഡീപോളും പാരഡൈസും മിഡ് ഭരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഈ ക്രിയേഷൻ ഒന്നും ഉണ്ടായില്ല. ഓട്ടോമാറ്റിക് റെഡ് കാർഡ് കിട്ടിയതോടുകൂടി സിമിയോണിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. ഗോൺസാലസും അതേപോലെ മാർട്ടിനസുമായി പിന്നെ കളത്തിൽ അതേപോലെ നല്ലപോലെ ഡിഫൻസ് കളിക്കാൻ നോക്കി. 50-ാം മിനിറ്റിൽ ഇക്വഡോറിന് റെഡ് കാർഡ് കിട്ടിയതോടുകൂടി പിന്നെ 10-10 മാറി തുടങ്ങി. അപ്പോഴാണ് അർജന്റീനയുടെ ഒരു കളി മെനയാൻ തുടങ്ങിയത്. എന്നാലും ആ ഒരു ഗോൾ അടിക്കണം, ജയിക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഉണ്ടായിരുന്നില്ല അർജന്റീന. 60-ാം മിനിറ്റിൽ ജൂലിയാൻ ആൽവാരസും നമ്മുടെ മസന്റാനോവും ടീമിൽ ഇറങ്ങിയത് കൊണ്ടിട്ടാണ് ഒന്നുകൂടെ ക്രിയേഷനൊക്കെ. അപ്പോഴും ഈ ക്രിയേഷനൊക്കെ പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് തട്ടി തടയല്ലാതെ അതിനോട്ടുള്ളിലൊരു മസന്റാനോ ഇന്നലെ 10-ാം നമ്പർ മെസ്സിയുടെ വിശ്വവിഖ്യാതമായ 10-ാം നമ്പർ ജേഴ്സിയാണ് ഇതിനു മുമ്പ് പലവരും അണിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരൊറ്റ കളി മാത്രം അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ട് മസ്താൻഡാനോ 10-ാം നമ്പർ ജേഴ്സി തന്നെയാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് മെസ്സിയുടെ അഭാവത്തിൽ അത്രയും ഭാരമേറിയ ഒരു ജേഴ്സിയാണ് ആൾക്ക് കിട്ടുന്നത്. അപ്പൊ അതിനോട് അൽമാഡ ഉണ്ടാവുകയാണെങ്കിൽ അൽമാഡയ്ക്കായിരുന്നു കിട്ടുന്നത് 10-ാം നമ്പർ ജേഴ്സി. പക്ഷെ അൽമാഡ നിർഭാഗ്യവശം തന്നെ ഉണ്ടായിരുന്നില്ല. അൽമാഡ ഉണ്ടെങ്കിലും ഇതായിരിക്കില്ല കളിയുടെ മികവ്. അതേപോലെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മസ്താനോ ഫസ്റ്റ് ഹാഫിൽ തന്നെ അതേപോലെ ജൂലിയാൻ ആൽവാരസും ഫസ്റ്റ് ഹാഫിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഈ രണ്ടുപേരും സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന ശേഷമാണ് കുറച്ചെങ്ങാനും മെച്ചങ്ങൾ. അതേപോലെ റൈറ്റ് വിങ്, അർജന്റീന റൈറ്റ് വിങ് ഒരു പ്രശ്നമാണ്. അതേപോലെ ഗോൺസാലസ്, ഡിമറിയ പോയ ശേഷം ഡിമറിയയ്ക്ക് പകരമായിട്ട് ഗോൺസാലസ് കളിക്കും, ചത്ത് കളിക്കും, പക്ഷെ ഉപകാരത്തിന് എടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ആവശ്യ സമയത്ത് ചങ്ങായി ഒന്നും ഉണ്ടാവില്ല. അതേപോലെ ഡിമറിയയ്ക്ക് പകരക്കാരാണ് ഗോൺസാലസ് അവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു കുറെ കാലമായിട്ട് അർജന്റീനയുടെ ആ ഡിമറിയുടെ ബാക്കപ്പായിട്ട് ഗോൺസാലസ് നിൽക്കേണ്ടിയിരുന്നു. ചങ്ങായി നല്ല റണ്ണിങ്ങും അതേപോലെ ട്രിബിളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് വരെ പോയിട്ട് അവിടുന്ന് ബോൾ കളഞ്ഞിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഫോമായിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അർജന്റീനയ്ക്ക് ഡിമറിയയ്ക്ക് പകരം വെക്കാൻ ഈ ചങ്ങായിനെ കൊണ്ടാവൂല. ഇന്നലെ ഫുൾ ടൈം കളിച്ചിട്ടുണ്ട്, അത്യാവശ്യം ഡിഫൻസിൽ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പെനാൽറ്റി ബോക്സ് വരെ പോവും, അവിടുന്ന് ബോൾ കളി. ഇതാണ് ചങ്ങായുടെ. കുറെ പാസുകളും കാര്യങ്ങളൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഈ റൈറ്റ് വിങ്ങിലും അതേപോലെ ഡിമറിയയ്ക്ക് പകരക്കാരനായിട്ട് അർജന്റീനയ്ക്ക്. അതേപോലെ നമുക്ക് ഡിഫൻഡർമാർ നോക്കുകയാണെങ്കിൽ ഡിഫൻഡർമാർ ഓട്ടോമാറ്റിക് 38-ാമത്തെ വയസ്സിലാണ് വേൾഡ് കപ്പിലേക്ക് പോകാൻ പോകുന്നത്. പിന്നെ റൊമാരോ ആണ്, ലിസാൻഡ്രോ പാരഡൈസ് ഉണ്ട്, അതേപോലെ ഇന്നലെ കളിച്ച ബലാർഡിയുടെ ഇന്നത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു പക്ഷെ നല്ല ആദ്യ മത്സരത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ക്വാളിഫയർ മത്സരത്തിന്റെ ആ ഒരു
ഡിഫൻഡറായിട്ട് ഇറങ്ങിയതിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഇന്നലത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഇക്കഡോർ നിസ്സാരക്കാരല്ല. ഇക്കഡോർ വേൾഡ് കപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് ക്വാളിഫൈ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരുടെ സ്റ്റാറ്റസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാൻ പറ്റും, തോൽവി എന്ന് പറയുന്ന സാധനം 2 മത്സരം തോറ്റിട്ടു, ബാക്കി 8 മത്സരങ്ങൾ സമനിലയാണ്. അപ്പൊ അവരുടെ വലൻസിയ എന്ന് പറയുന്ന ചങ്ങായി ഉണ്ടല്ലോ, ഈ ചങ്ങായിന്റെ കളി തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അർജന്റീനയ്ക്ക് തലവേദന ഉണ്ടായി. ക്വാളിഫയർ മത്സരങ്ങൾ എല്ലാം കഴിഞ്ഞപ്പോൾ അർജന്റീന 18 മത്സരങ്ങളിൽ നിന്ന് 12 വിജയവും 2 സമനിലയും 4 തോൽവി അടക്കം 38 പോയിന്റുമായിട്ട് 1ാം സ്ഥാനക്കാരാണ്. 2ാം സ്ഥാനക്കാരായിട്ട് 9 പോയിന്റിൽ ലീഡ് ഉണ്ട്. ഇതെല്ലാം ശരിയാണ്, പക്ഷെ ഇന്നലത്തെ തോൽവി ഇതിനൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അതേപോലെ ഇക്കഡോർ നിസാരക്കാരല്ല. 18 കളിയിൽ നിന്ന് 8 വിജയവും 8 സമനിലയും 2 കളിയാണ് അവർ തോറ്റിട്ടുള്ളൂ. 29 പോയിന്റുമായിട്ട് അവർ 2ാം സ്ഥാനത്ത്. അപ്പൊ ഈ വേൾഡ് കപ്പിൽ തീർച്ചയായിട്ടും ഒരു കറുത്ത കുതിരകളായിട്ട് ഇക്കഡോർ ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. അതാണ് ഇന്നലത്തെ കളി. നമുക്ക് പിന്നെ പ്രത്യേകിച്ചും ഈ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ റഫറിമാരുടെ ഒരുപാട് പിഴവുകൾ കണ്ടു. ഇന്നലത്തെ അർജന്റീന ഇക്കഡോർ മത്സരത്തിലും ഉണ്ടായിരുന്നു. നിക്കോളാസ് ടാഗ്ലിഫിക്കോ ഹെഡിന് വേണ്ടി ചാടി ഫസ്റ്റ് ടച്ച് നിക്കോളാസ് ടാഗ്ലിഫിക്കോന്റെ തലയിൽ തന്നെ ആയിരുന്നു. പക്ഷെ എൽബോ ആളുടെ മുഖത്ത് കൊണ്ടുവന്നിട്ടാണ് പെനാൾട്ടി കൊടുത്തത്. എന്താല്ലേ? അതേപോലെ തന്നെ ബ്രസീലിന്റെ മത്സരത്തിലും ഇന്നലെ ഒരു പെനാൾട്ടി ഉണ്ടായിരുന്നു. എന്താണത് പെനാൾട്ടി? അത് വാറ് കൊടുത്തിട്ടൊക്കെയാണെന്നുള്ളത് ചിന്തിക്കണം നിങ്ങൾ. അതൊന്നും പ്യുവർ 50-50 ചാൻസ് കൂടെ ഇല്ല. ജസ്റ്റ് കാലിലും ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. അത് ആ പ്ലെയർ പിൻവലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ആൾ ഗ്രൗണ്ടിൽ നിന്ന ശേഷമാണ് പിന്നെ ഡൈവ് ചെയ്യുന്നത്. ഇതിനൊക്കെ പെനാൾട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും വാറ് ചെക്കിയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിലാണ്. ഒക്കെ ഈ വാറ് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് വീണ്ടും ഇങ്ങനെയുള്ള റഫറി വിവാദങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഫിഫ അന്വേഷിച്ച് ഒരു പരീക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിന് എതിരെ നടപടിയെടുത്ത് ആ ഒരു റഫറിങ് ചെയ്യുന്നവർക്ക് അവർക്ക് അതിനുള്ള ഇത് കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും. എന്താ പറഞ്ഞാൽ അത്രയും മോശമായിട്ട് ഇന്നലെ ആ ഒരു കളിയിൽ ചിലപ്പോൾ തിരിച്ചു വരാൻ ഉണ്ടായിരുന്ന ചാൻസുകൾ ഉണ്ടായിരിക്കും ബ്രസീലിനും അർജന്റീനയ്ക്കും. പക്ഷെ ഇത് രണ്ടും നടന്നില്ല. അതേപോലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ട് ലയണൽ മെസ്സി 38-കാരൻ. ഒന്ന് നോക്കണം, ലൂയിസ് ഡിയാസാണ് 2ാം സ്ഥാനത്തുള്ള 8 ഗോളുമായി ടോപ്പ് സ്കോറാണ്. ക്വാളിഫൈ മത്സരങ്ങൾക്ക് അവസാനിച്ചപ്പോൾ ഇനി അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടാവോ ഇല്ലെന്നുള്ളതൊക്കെ ഭയങ്കര ചർച്ചയാണ്. എവിടെ പോകാൻ ചങ്ങായി, ഇവിടെ തന്നെ ഉണ്ടാവും. അതൊക്കെ വെറുതെ ഈ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അതേപോലെ സ്കൊളോണിക്കും കുറെ തന്ത്രങ്ങൾ ഉണ്ടാവും. അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടായിരുന്നാലും മെസ്സി ഇല്ലെങ്കിലും എങ്ങനെ ടീമിനെ ഒരുക്കണം എന്നുള്ളത്. ഡീമറിയ പറഞ്ഞൊരു വാക്കുണ്ട്, സ്കൊളോണിക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ കരാർ സൈൻ ചെയ്യണം അർജന്റീന. അപ്പൊ എന്തായാലും അർജന്റീന മെസ്സി ഇല്ലാതെ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവരും കണ്ടു. ഉറക്കമൊഴിച്ചിരുന്ന് കളി കണ്ടവർക്ക് ഭയങ്കര നിരാശയായിരുന്നു. അതേപോലെ രാവിലെ തന്നെ പൊട്ടലും ചീറ്റലൊന്നും ഇല്ലാണ്ട് 2 ടീമും അർജന്റീനയും ബ്രസീലും തോറ്റോടുകൂടി 2 ടീമുകൾക്ക് ഫാൻ ഫൈറ്റ് ഒന്നും ഇല്ലാതെ പൊട്ടലും ചീറ്റലുള്ള ഗ്രൂപ്പുകളിലൊക്കെ സൈലന്റ് ആയിരുന്നു. കീപ് സൈലന്റ് എന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇക്കഡോർ 11 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്, 4 ഓൺ ടാർജറ്റിലേക്കാണ്. അതേപോലെ അർജന്റീന എടുത്ത് 8 ഷോട്ടുകൾ മാത്രമാണ്, അതിൽ 0 ഓൺ ടാർജറ്റ്. അർജന്റീന ഈ അടുത്ത കാലത്ത് ഇത്ര മോശമായിട്ടുള്ള പ്രകടനം കണ്ടിട്ടുണ്ടാവില്ല. അതേപോലെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 42% 58% അർജന്റീനയുടെ ഭാഗത്തുണ്ടായത്. 421 പാസുകൾ ഇക്കഡോർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 588 പാസുകൾ മാത്രമാണ് അർജന്റീന കംപ്ലീറ്റ് ചെയ്തത്. പാസിംഗ് അക്യുറസി 85% ഇക്കഡോർ ഉള്ള സമയത്ത് അർജന്റീന 89%. ഫൗൾ കമ്മിറ്റ് ചെയ്ത് 13 ഇക്കഡോർ ആണെങ്കിൽ 10 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അർജന്റീന. യെല്ലോ കാർഡ് 2 അർജന്റീനയ്ക്ക് 3 കിട്ടിയത്. റെഡ് കാർഡ് 2 ടീമിന് റെഡ് കാർഡ് കിട്ടിയിരുന്നു. ഓഫ് സൈഡ് 2 1 കോർണേഴ്സ് വിൻ ചെയ്ത് ഇക്കഡോർ 2 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ അർജന്റീന 8 കോർണേഴ്സ് വിൻ ചെയ്ത്. എന്നിട്ട് ഇതിൽ ഒന്നുപോലും ഗോളിന് അറ്റംപ്റ്റ് പോലും നടന്നില്ല എന്നുള്ളത് ഭയങ്കര നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും.